നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി നാളുകൾ കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന ഘടകമെന്നാണ് സർവേകളടക്കം വ്യക്തമാക്കുന്നത്. തന്റെ സർക്കാരിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യ സഖ്യമെന്ന സ്ഥിരതയില്ലാത്ത സഖ്യ സർക്കാരിനെ ജനങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല എന്നതിനെക്കുറിച്ചുമെല്ലാം ഒരു അഭിമുഖത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർട്ടിക്കുള്ളിൽ തന്നെ ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യ സഖ്യമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ത്യ സഖ്യത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നടത്തുന്നതും. സ്ഥിരമായി നിൽക്കുന്ന സർക്കാരിനെയാണ് ജനങ്ങൾ എക്കാലവും വിശ്വസിക്കുന്നതെന്നും സഖ്യ സർക്കാരിനെ ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നുമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള തന്റെ അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞത്. ഇത്തരത്തിൽ വിമർശനം നടത്തിയതും ഏത് കാര്യം നടക്കുന്നതിനും ഒരു നേതാവിനെ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ക്രിക്കറ്റ് ടീം എടുത്തു നോക്കൂ. നമുക്കവിടെ ഒരു ക്യാപ്റ്റനെ കാണാൻ സാധിക്കും. ആ ടീമിനെ നിയന്ത്രിക്കുന്നത് ആ ക്യാപ്റ്റനാണ്. ഈ ക്യാപ്റ്റന്റെ ശ്രദ്ധയും അശ്രദ്ധയുമാണ് ഒരു ടീമിന്റെ വിജയത്തിനും പരാജയത്തിനും ആധാരം. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന ഒരു നേതാവിനെയാണ്. സ്ഥിരതയില്ലാത്ത ഇന്ത്യ സഖ്യത്തെ ആരും വിശ്വസിക്കില്ല. അവർ ജനങ്ങളോട് അനീതിയാണ് കാണിക്കുന്നത്. രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്ത സ്ഥിരതയുള്ള ബിജെപി ഗവൺമെന്റിനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ കാലത്ത് രാജ്യം കണ്ടത് അസ്ഥിരത മാത്രമാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. 140 കോടി ജനങ്ങൾ സുസ്ഥിരവും ഭൂരിപക്ഷവുമുള്ള ഒരു സർക്കാരിന് പിന്തുണ നൽകിയെന്നും ബിജെപി ആർക്കും കണ്ണുമടച്ച് വിശ്വസിക്കാമെന്നും പ്രധാനമന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട്.